കൊച്ചിയിലെ വൈദികനെ മയക്കുമരുന്ന് കച്ചവടക്കാരനാക്കി പാലാ പിതാവിനെ വെല്ലുവിളിക്കുന്നവരുടെ ലക്ഷ്യം. കൊച്ചിയിലെ ഒരു ചെറിയ ഇടവകയിലെ വികാരി കുട്ടികൾക്ക് ലഹരി മരുന്ന് കൊടുത്തെന്നും നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വൈദികനെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്തെന്നുമുള്ള വാർത്തകൾ ഇപ്പോൾ ചില ക്രൈസ്തവ വിരുദ്ധ പ്രൊപ്പഗാണ്ടകൾ വെച്ചു പുലർത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും ചില മാധ്യമങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇത്തരക്കാരുടെ ആവേശം വാനോളം ഉയരുമ്പോൾ ആ വാർത്തയുടെ അടിസ്ഥാനം വാസ്തവത്തിൽ എന്താണ് എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവുക സ്വാഭാവികം. കൊച്ചി കണ്ണമാലിക്കടുത്തുള്ള ഇടവകയിലാണ് സംഭവം നടന്നത്. മദ്യപാനത്തിന് അടിമ ആയതിനാൽ അതിൽ നിന്ന് മോചനം നേടാൻ ചികിത്സയിലായിരുന്നു പ്രസ്തുത വൈദികൻ. ചികിത്സ കഴിഞ്ഞ് അദ്ദേഹത്തിന് താൽക്കാലികമായി കണ്ണമാലിക്കടുത്തുള്ള ഒരു ചെറിയ ഇടവകയുടെ ചുമതല നൽകിയിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മുൻ ഇടവകയിൽപ്പെട്ട 3 യുവാക്കൾ കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തെ കാണാൻ വരികയും മദ്യപിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും അതേ തുടർന്ന് ഇടവകയിലെ ഏതാനും പേരുടെ ഇടപെടലുകളെ തുടർന്ന് പോലീസ് എത്തിയതും അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മദ്യപാനം കുറ്റകരമല്ലാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഇക്കാര്യമാണ് ചില അസ്വസ്ഥ മാനസരുടെ ഭാവനയിൽ വിരിഞ്ഞ തിരക്കഥ പോലെ ക്രിസ്ത്യൻ വൈദികൻ മൈനറായ കുട്ടികൾക്ക് ലഹരി മരുന്ന് കൊടുത്തുവെന്നും ഇത് വക്രീകരിച്ച് പാലാ പിതാവിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ വരെ അതുമായി കൂട്ടിക്കുഴച്ച് പുതിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നതും. മദ്യപാനത്തിന് അടിമപ്പെടുന്നത് തീർച്ചയായും ഒരു വൈദികന് ചേർന്നതല്ല. ഇക്കാര്യത്തിൽ ഉത്തമ ബോധ്യമുള്ള ഇടവക അംഗങ്ങളിൽ ചിലർ തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ചത്. അല്ലാതെ ചില ക്രൈസ്തവ വിരുദ്ധരും മത തീവ്ര സംഘടനകളും ചില പ്രത്യേക പ്രൊപ്പഗാണ്ടകൾ വെച്ചു പുലർത്തുന്ന മാധ്യമങ്ങളും സംഘടിതമായി ആരോപിക്കുന്നത് പോലെ ഈ വിവാദത്തിൽപ്പെട്ട ഈ വൈദികനിൽ നിന്നും സംഭവിച്ച തെറ്റിനെ ന്യായീകരിച്ച് ക്യാപ്സൂൾ ഇറക്കി മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമവും സഭാ അംഗങ്ങളോ ക്രൈസ്തവ സമൂഹമോ ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ആടിനെ പട്ടിയാക്കുന്ന പച്ചക്കള്ളങ്ങൾ വിറ്റ് അഷ്ടിക്ക് വക കണ്ടെത്തുന്നവർ ആരോപിക്കുന്നത് പോലെ ഈ വൈദികനെ കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകി എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമില്ല. എന്നിട്ടും ആ വൈദികനെ മനഃപൂർവ്വമായി മയക്കുമരുന്ന് കേസിൽ പെടുത്താനും പാലാ പിതാവിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശവുമായി ഇതിനെ കൂട്ടിക്കുഴച്ച് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടാനുമുള്ള ആസൂത്രിത ശ്രമങ്ങളാണ് ചിലർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യപാനം അടക്കമുള്ള എല്ലാ ലഹരി ഉപയോഗവും തെറ്റാണ്. അതിനാൽ തന്നെ ആ സാമൂഹ്യ തിന്മകളെ ശക്തമായി എതിർക്കുന്നതാണ് സഭയുടെ നിലപാടുകൾ. ഇപ്പോൾ നടന്ന ഒരു സംഭവം ഒരു വൈദികന്റെ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തിപരമായ തെറ്റാണ്. അതിനു വേണ്ട നടപടികൾ എന്തായാലും സഭ ഉചിതമായി തന്നെ ഉടൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും. എന്നാൽ ഈ അവസരം ഉപയോഗിച്ച് പാലാ പിതാവിൻ്റെ നാർക്കോട്ടിക് പരാമർശത്തെ ഇതിലേക്ക് വലിച്ചിഴക്കാനും മയക്കുമരുന്ന് വിതരണം ചെയ്തു എന്ന കുപ്രചാരണം നടത്തി ഈ വിഷയത്തെ വഴിതിരിച്ച് വിടാനും ചിലർ ദുഷ്ടലാക്കോടെ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കപ്പെടുക തന്നെ വേണം. അമൽ ജ്യോതി വിഷയത്തിൽ ചിലർ പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ നിയന്ത്രണം എടുക്കാൻ ശ്രമിച്ചതുപോലെ ഈ വിഷയത്തിലും സഭയെ പ്രതിരോധത്തിലാക്കാൻ ഒരു കൂട്ടം തീവ്ര ചിന്താഗതിക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും വ്യാപകമായി ഉയരുന്നുണ്ട്. അതുവഴി അവർ ചെയ്യുന്ന മയക്കുമരുന്ന് വ്യാപാര ശൃംഖലകളിൽ ക്രൈസ്തവ സഭകളിലെ ചില വൈദികർ പോലും നടത്തുന്നുണ്ട് എന്ന പൊതുബോധം സൃഷ്ടിച്ചെടുക്കാം എന്ന് അവർ കരുതുന്നു. അതിനാൽ ഈ വിഷയത്തിൽ സത്യം എന്താണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.